നമസ്കാരം. ഈ മാസം 10 മുതൽ 16 വരെ നമ്മൾ ഗ്ലോക്കോമ വാരമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ഗ്ലോക്കോമ തീം ലെറ്റ്സ് യൂണൈറ്റ് ഫോർ എ ഗ്ലോക്കോമ ഫ്രീ വേൾഡ് എന്നാണ്. കാഴ്ച മെല്ലെ ബാധിക്കുന്ന ഈ രോഗം ചികിത്സ നേടിയില്ലെങ്കിൽ പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെടാൻ വരെയുള്ള സാധ്യതകളുണ്ട്. വരും, നമുക്കിനി ഗ്ലോക്കോമയെ പറ്റിയുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും കാണാം. എന്താണ് ഗ്ലോക്കോമ? കണ്ണിനകത്തെ മർദ്ദം അഥവാ പ്രഷർ ഒരു പരിധിയിൽ കൂടുതലായാൽ കണ്ണിൻ്റെ നാഡീഞരമ്പുകളെ ബാധിക്കുന്ന ക്ഷതത്തെയാണ് അല്ലെങ്കിൽ ഡാമേജിനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. തിമിരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന കാരണം, അന്ധതയ്ക്കുള്ള ഏറ്റവും പ്രധാന കാരണം ഗ്ലോക്കോമയാണ്. എന്തൊക്കെയാണ് ഗ്ലോക്കോമയുടെ രോഗലക്ഷണങ്ങൾ? ആരംഭഘട്ടത്തിൽ പ്രകടമായ രോഗലക്ഷണങ്ങളൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോക്കോമയെ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്നൊക്കെ വിളിക്കാറുണ്ട്. കണ്ണിൻ്റെ പ്രഷർ കൂടുന്നതനുസരിച്ച് ചിലർക്ക് നേരിയ കണ്ണുവേദന, തലവേദന ഇതൊക്കെ ഉണ്ടാവാം. അതുപോലെ വെള്ളെഴുത്തിനുള്ള കണ്ണട ഇടയ്ക്കിടെ മാറ്റി വെക്കേണ്ടി വരാറുണ്ട്. ഇത് ഗ്ലോക്കോമ പ്രത്യേകിച്ച് കാഴ്ചയുടെ കണ്ണിൻ്റെ ദൃശ്യമേഖല അല്ലെങ്കിൽ വിഷ്വൽ ഫീൽഡിനെയാണ് ബാധിക്കുന്നത്. അത് കാരണം ചുറ്റുമുള്ള കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വന്ന് ഒരു ട്യൂബുലാർ വിഷൻ പോലെ, അഥവാ നമ്മളൊരു ട്യൂബിൽ കൂടി നോക്കുന്നത് പോലെയാണ് ആദ്യം തുടക്കത്തിലുണ്ടാവുന്നത്. അവസാനം അത് അന്ധതയിലേക്ക് നയിക്കുന്നതാണ്. നേരത്തെ രോഗനിർണയം നടത്തി ചികിത്സിച്ചില്ലെങ്കിൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ തന്നെ രോഗനിർണയം നടത്തി ചികിത്സിച്ചാൽ ഈ അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തെപ്പറ്റി ജനങ്ങൾക്കൊരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. എപ്പോഴാണ് ഗ്ലോക്കോമ രോഗനിർണയം നടത്തേണ്ടത്? ഗ്ലോക്കോമ യൂഷ്വലി പേഷ്യൻ്റ് നമ്മൾ ഒ പിയിലേക്ക് റെഗുലർ ചെക്കപ്പ് വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്ലോക്കോമ കണ്ടുപിടിക്കുക. ഈ ഗ്ലോക്കോമ യൂഷ്വലി 40 വയസ്സ് മേലിലുള്ള പേഷ്യൻസിലാണ് കൂടുതൽ കാണുക. ഓൾക്ക് ഷുഗർ, പ്രഷർ അതൊക്കെ കൂടുതൽ ഉള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതൽ കാണുന്നത്. ഈ യൂഷ്വലി വരുന്ന പേഷ്യൻസ് അധികം സിംറ്റമാറ്റിക് ആയിട്ടായിരിക്കില്ല വരുന്നത്. എങ്ങനെയാണ് ഈ രോഗം നിർണ്ണയിക്കുന്നത്? ഈ ഗ്ലോക്കോമ നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ IOP അല്ലെങ്കിൽ കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ അത് 10-ലും 20-ൻ്റെ മേലെ പോകുമ്പോഴാണ് കൂടുതൽ നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം. അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ മരുന്ന് വെച്ചിട്ട് കണ്ണിൻ്റെ നരമ്പ് നോക്കും. നരമ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡിസ്കിൻ്റെ സൈസിൽ വല്ല വ്യത്യാസങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കൂടുതൽ സസ്പെക്റ്റ് ചെയ്യും. അടുത്ത് ചെയ്യുന്നതാണ് ഫീൽഡ്സ് ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഫീൽഡ്സിലും രോഗങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് പോകുന്നതാണ് OCT, ബാക്കിയുള്ള ടെസ്റ്റുകളെല്ലാം. എന്തൊക്കെയാണ് ഗ്ലോക്കോമയുടെ ചികിത്സകൾ? ഗ്ലോക്കോമയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ മൂന്ന് തരത്തിലാണ്. ഒന്നുകിൽ തുള്ളിമരുന്നിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ ലേസർ വെച്ചിട്ടുള്ള ചികിത്സ, മൂന്നാമത്തത് വരുന്നത് സർജറിയാണ്. ഈ 3 ചികിത്സാ രീതിയിലും നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രോക്കുലർ പ്രഷർ, കണ്ണിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കുറയ്ക്കുന്നതാണ്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രമിക്കുന്നത് തുള്ളിമരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാനാണ്. ഇതും നടക്കാതെ വരുമ്പോഴാണ് ലേസർ ചികിത്സയിലേക്ക് പോകുന്നത്. ഇതും പിന്നെ ബലിക്കാതെ വരുമ്പോഴാണ് മൂന്നാമതായിട്ട് സർജറിയിലേക്ക് പോകുന്നുള്ളൂ. ഇൻട്രോക്കുലർ പ്രഷർ കൺട്രോൾ ചെയ്ത് വരുന്നത് കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ പലപ്പോഴും ഗ്ലോക്കോമ രോഗമുള്ളവർ പ്രമേഹം ഉള്ള ആൾക്കാരെ പോലെ തന്നെ, രോഗികളെ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഈ പ്രഷർ കൺട്രോൾ അല്ലെങ്കിൽ മരുന്ന് വഴിയോ ലേസർ വഴി കൺട്രോൾഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഗ്ലോക്കോമയുടെ ചികിത്സയിൽ നമ്മൾ രോഗിയായിട്ട് ശ്രദ്ധിക്കേണ്ടത് എപ്പോഴൊക്കെ ഡോക്ടർ ഫോളോ അപ്പിന് നിർദ്ദേശിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ അതുപോലെ തന്നെ ആ നിർദ്ദേശങ്ങൾ പറഞ്ഞ പോലെ തന്നെ അനുസരിക്കുക എന്നുള്ളതാണ്. ഗ്ലോക്കോമയുടെ ചികിത്സ എത്ര നാൾ വേണ്ടി വരും? പ്രമേഹവും പ്രഷർ പോലത്തെ അസുഖങ്ങൾ പോലെ തന്നെ ഗ്ലോക്കോമയ്ക്കും നീണ്ട കാലത്ത് ചികിത്സ തന്നെ വേണ്ടി വരും. അതേ അസുഖങ്ങൾ പോലെ ഫോളോ അപ്പും ആവശ്യമാണ്. ഗ്ലോക്കോമ എന്ന ഈ അസുഖം ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമോ? നമുക്കറിയാലോ, ഒട്ടുമിക്ക ആൾക്കാർ എന്ത് ചെയ്യും? കാഴ്ച കുറയുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കണ്ണട ഷോപ്പിൽ പോവും, കണ്ണട വാങ്ങും. പക്ഷേ അവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു നേത്ര വിദഗ്ധൻ്റെ ചികിത്സകളോ നടക്കുന്നില്ല. ഒരു നേത്ര വിദഗ്ധൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്യുകയും അവർക്ക് കണ്ണിലെ ഞരമ്പിൽ ഉണ്ടാവുന്ന ചെറിയ മാറ്റങ്ങൾ വരെ നേരത്തെ തിരിച്ചറിയാൻ കഴിയും. അത് ചുറ്റുമുള്ള കാഴ്ചയെ ബാധിക്കുന്ന ആ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഒരു നേത്ര വിദഗ്ധന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മറ്റുള്ള ടെസ്റ്റുകളും ചെയ്ത് അയാൾക്ക് മരുന്ന് സ്റ്റാർട്ട് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഗ്ലോക്കോമയുടെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ആ രോഗം പൂർണ്ണമായി മാറ്റാനല്ല സാധിക്കുന്നത്.
കാഴ്ചക്കുറവ് വന്നത് നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല, പക്ഷേ കാഴ്ചക്കുറവ് കൂടുതൽ വരാതിരിക്കാൻ അതിൻ്റെ ചികിത്സ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാഴ്ചക്കുറവ് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ചില കേസിൽ നമ്മൾ തുള്ളിമരുന്ന് ഇട്ടാലും കാഴ്ചക്കുറവ് അല്ലെങ്കിൽ മർദ്ദം നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ഓപ്പറേഷൻ പോലുള്ള ചികിത്സകളുണ്ട്, അത് ചെയ്യേണ്ടി വരും. ഒട്ടുമിക്ക ആൾക്കാർക്കും നമുക്ക് തുള്ളിമരുന്നിലൂടെ തന്നെ ഈ ഒരു കാഴ്ചക്കുറവ് കൂടുതലാവുന്നത് പ്രതിരോധിക്കാൻ സാധിക്കും. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ആ രോഗം കണ്ടെത്തുക എന്നതാണ്. ഗ്ലോക്കോമ വാരാചരണത്തിൻ്റെ പ്രസക്തി എന്താണ്? 2024 മാർച്ച് 10 മുതൽ 16 വരെയാണ് ഗ്ലോക്കോമ വാരാചരണം നമ്മളിവിടെ നടത്തുന്നത്, ലോകമെമ്പാടും നടത്തുന്നത്. അപ്പോൾ ജനങ്ങളിൽ ഈ ഗ്ലോക്കോമ എന്ന അസുഖത്തെ പറ്റി ഒരു അവബോധം കൊടുക്കാനും തുടക്കത്തിൽ തന്നെ ഗ്ലോക്കോമ എന്ന അസുഖം സ്ക്രീനിങ് ക്യാമ്പുകളിലൂടെ നിർണ്ണയിക്കാനുമാണ് നമ്മൾ ഈ ലോക ഗ്ലോക്കോമ വാരാചരണം നടത്തുന്നത്. ഈ വർഷം ഇതിൻ്റെ ഭാഗമായി KMCT ആശുപത്രിയിൽ എന്തൊക്കെയാണുള്ളത്? ഈ കൊല്ലത്തെ ഗ്ലോക്കോമ വാരാചരണത്തിൻ്റെ ഭാഗമായി അവബോധ വീഡിയോസും പോസ്റ്ററുകളും അതിൻ്റെ കൂടെ തന്നെ മാർച്ച് 12, അതായത് ലോക ഗ്ലോക്കോമ ദിനാചരണമായി ആചരിക്കുന്ന മാർച്ച് 12-ന് KMCTയിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഒരു സൗജന്യ ഗ്ലോക്കോമ സ്ക്രീനിങ് ക്യാമ്പും കൂടി നമ്മളിവിടെ നടത്തുന്നുണ്ട്. ഗ്ലോക്കോമ എന്ന രോഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ്. അത് കണ്ണിൻ്റെ മർദ്ദം കൂടുകയും അതിൻ്റെ ഭാഗമായി കണ്ണിൻ്റെ ഞരമ്പിലേക്കുള്ള രക്തോട്ടം കുറയുകയും കാഴ്ചയെ ബാധിക്കുകയുമാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ചുറ്റുമുള്ള കാഴ്ചയാണ് ആദ്യം ബാധിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ നേരെയും കാണാം, ചുറ്റുള്ള കുറച്ച് ഭാഗങ്ങളും കാണാം. അത് ഗ്ലോക്കോമ എന്ന രോഗിക്ക് എന്താ സംഭവിക്കുന്നത്, അവർക്ക് നേരെ നന്നായിട്ട് കാണും, പക്ഷേ ഈ ചുറ്റുമുള്ള കാഴ്ച കുറഞ്ഞ് നേരെയുള്ള കാഴ്ചയെ ബാധിക്കുമ്പോഴേ രോഗി തിരിച്ചറിയുന്നുള്ളൂ. പക്ഷേ അത് എന്ന് പറയുന്നത് ഗ്ലോക്കോമയുടെ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ്.